നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറഞ്ഞാൽ മനസ്സിലാവുന്നവരോടല്ലേ നമുക്ക് പറയാൻ പറ്റും. അർച്ചനോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. നീ നേരെ ചെന്ന് അച്ഛനോട് കാര്യങ്ങൾ പറ. ഈ ചടങ്ങ് വൃന്ദാവനത്തിൽ വെച്ച് നടത്താന്ന് പറ. നീ നിന്റെ കുഞ്ഞിന്റെയും ജീവിതത്തിന്റെയും കാര്യങ്ങളാ പറയുന്നത്. ധൈര്യമായിട്ട് പോയി പറയാം. ഇന്ന് പേടിച്ചിരുന്ന നാളെ ഒരുപാട് കാര്യങ്ങൾക്ക് കണ്ണടച്ചു കൊടുക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കണ്ട. നിന്റെ കുഞ്ഞിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് നീയാ, അല്ലാതെ അർച്ചനയല്ല. അവരെ തന്നെ ഏൽപ്പിച്ചാൽ മതി. വേട്ടമുക്ക് ശരി. സച്ചേട്ടൻ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. സച്ചേട്ടന്റെ ജോലി സച്ചേട്ടൻ തീർത്തു. നമ്മുടെ ജോലി ഇപ്പോഴും പെൻഡിങ്ങില. അങ്കിള് വെട്ടത്തി ബാക്കി പേരുകൾ പറയും, മറക്കാതിരിക്കാൻ എഴുതി വെക്കട്ടെ. ഈ എഴുതിയവരുടെ പേരൊക്കെ മതി. എല്ലാവരെയും ഒന്നും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും പേര് വിട്ടുപോകാതെ ക്ഷണിക്കണം. അത് ഞാൻ ഏറ്റു. എനിക്കധികം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേനെ. അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഇനി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. എല്ലാവരും ഇതെടുത്ത് കുടിച്ചാട്ടെ. ആഹാ, നൂലുകെട്ടും പേരിടൽ ചടങ്ങൊക്കെ ആഘോഷിക്കുകയാണല്ലോ. പിന്നെ ആഘോഷിക്കാതെ? ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയുടെ നൂലുകെട്ടല്ലേ, അത് പറയാനുണ്ടോ അല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞത് ആ ചെറിയ രീതി നടത്താന്ന്. അർച്ചനയുടെ ഒറ്റ വാശിയിലാ ഇത് ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒക്കെ എന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പോരെ? അതല്ലേ നാട്ടു നടപ്പും. ഇതിലെങ്ങനെ നാട്ടു നടപ്പൊന്നും നോക്കണ്ട. അതിരെ എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ ഇവിടെ വെച്ച് തന്നെ നടത്താന്ന്. അങ്ങനെ ആര് തീരുമാനിച്ചെന്നാ? എന്റെ ചേച്ചിയോ? എന്തേ, ഞാൻ ചോദിച്ച സന്ദീപ് കേട്ടില്ലേ? അങ്ങനെ തീരുമാനിച്ചത് ആരാന്ന്? അല്ല, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? സാധാരണ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണോ അവരൊക്കെ തന്നെ. സാധാരണ തീരുമാനം എടുക്കുന്നവരാരും എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ട. അതിന് ഞാനും നീയും ഇവിടെ ഉണ്ട്. അതിരെ നിനക്കിത് എന്തിന്റെ കേടാ? അവിടുത്തെ അച്ഛനും അമ്മയും അനുപേട്ടനും എല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ ഇത്? അല്ലാതെ ഇവിടെ ആരും ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. ഞാൻ ഇറങ്ങി വരുമ്പോ അച്ഛൻ പറയുന്ന കേട്ടു, അർച്ചനയുടെ വാശി പുറത്താ ഇത് നടത്തുന്നതെന്ന്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.